പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 20-ാമത്തെ വാക്യം. അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളമോതുകയും ചെയ്തു. ജനം കാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. ജനം ഓരോരുത്തൻ നേരെ മുൻപോട്ട് പട്ടണത്തിലേക്ക് കടന്ന് പട്ടണം പിടിച്ചു. ജീവിതത്തിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും ഇനിയും വീഴാതെ നിൽക്കുന്ന ഒരു മതിലുണ്ട്. ഒരു അടഞ്ഞ വാതിൽ, ഒരു അസാധ്യമായ സാഹചര്യം. ഇത് ഇനി മാറില്ല എന്ന് നാം കരുതുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇന്ന് ദൈവം നമ്മോട് പറയുന്ന ഒരു സത്യമുണ്ട്. നമുക്ക് അസാധ്യമായി തോന്നുന്ന മതിലുകൾ പോലും ദൈവത്തിന്റെ മുമ്പിൽ അവസാന വാക്കല്ല. വചനം പറയുന്നു, ജനം ആർപ്പെട്ടപ്പോൾ മതിൽ ഇടിഞ്ഞു വീണു. ജനം ഓരോരുത്തൻ നേരെ മുൻപോട്ട് കയറി പട്ടണം പിടിച്ചു. ഇത് യെരിഹോവിന്റെ ചരിത്രത്തിലെ ഒരു അത്ഭുതം മാത്രമല്ല, വിശ്വാസത്തിന്റെ ഒരു വലിയ സത്യമാണ്. ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ യെരിഹോവിൽ മതിൽ ഉണ്ടായിരുന്നു. അത് അവരുടെ വഴിയിൽ നിൽക്കുന്ന അസാധ്യതയുടെ മതിലായിരുന്നു. പക്ഷെ ദൈവം അവരോട് പറഞ്ഞത് മതിലിന്റെ ശക്തിയെക്കുറിച്ച് ചിന്തിക്കാനല്ല, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ച് അനുസരിക്കാനാണ്. അവർ 6 ദിവസം ചുറ്റി നടന്നു, പക്ഷെ മതിൽ വീണില്ല. അവർ വീണ്ടും ചുറ്റി നടന്നു, എങ്കിലും മാറ്റമൊന്നും കണ്ടില്ല. പക്ഷെ 7-ാം ദിവസം ദൈവം പറഞ്ഞതുപോലെ അവർ ചെയ്തു. പുരോഹിതന്മാർ കാഹളമോതി, ജനം ആർപ്പിട്ടു. അപ്പോൾ മതിൽ ഇടിഞ്ഞു വീണു. മതിൽ വീണത് അവരുടെ ശക്തി കൊണ്ടല്ല, ദൈവത്തിന്റെ വചനത്തിലുള്ളതായ അവരുടെ വിശ്വാസവും അനുസരണവും കൊണ്ടാണ്. നമ്മുടെ മുമ്പിൽ ഉള്ളതായ മതിലിന്റെ വലിപ്പം നോക്കി ഭയപ്പെടേണ്ടതില്ല. മതിലിനേക്കാൾ വലിയ ദൈവത്തെ നോക്കി വിശ്വസിക്കുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ചോദിക്കും, എന്തുകൊണ്ട് ദൈവം ഇതുവരെ ഇത് മാറ്റിയില്ല? യെരിഹോ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ്. മതിൽ ഉടൻ വീഴുന്നില്ല എന്നത് ദൈവം പ്രവർത്തിക്കുന്നില്ല എന്നതിന്റെ തെളിവല്ല. 6 ദിവസം അവർ നടന്നപ്പോൾ ഒന്നും സംഭവിച്ചില്ലല്ലോ. എങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തി നിർത്തിയിരുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ മാറ്റമൊന്നും കാണുന്നില്ല എങ്കിലും ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ നിന്ന് പിന്മാറരുത്. യെരിഹോയുടെ മതിലിന്റെ മുമ്പിൽ നിന്ന ഇസ്രായേൽ ജനത്തിന് മതിൽ വലിയതായിരുന്നു. പക്ഷെ അവർ മതിലിനെ നോക്കി നിന്നില്ല. ദൈവം പറഞ്ഞ വഴിയിൽ അവർ നടന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിനും ഇത് തന്നെയാണ് ആവശ്യം. പലപ്പോഴും മതിലിനെ നോക്കി നിൽക്കുന്നു. ഇതെങ്ങനെ വീഴും? ആരാണിത് മാറ്റി? ഇനി എന്ത് ചെയ്യും? പക്ഷെ ദൈവം പറയുന്നു, നീ എൻ്റെ വചനത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് നടക്കുക. ഒരു നിമിഷം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് നോക്കാം. എൻ്റെ ജീവിതത്തിൽ ഏത് മതിലാണ് എന്നെ ദൈവത്തിൽ നിന്ന് പിൻവലിക്കുക? അതിനെക്കുറിച്ച് ഞാൻ നിരാശനായി നിൽക്കുകയാണ്. അത് ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് നടക്കുകയാണ്. ഇന്ന് നാം ചെയ്യേണ്ടത് വളരെ ലളിതമാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുക. പിന്നെ അതിനെക്കുറിച്ച് ഭയപ്പെട്ട് നിൽക്കാതെ ദൈവം കാണിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ പടി ഇന്ന് എടുക്കുക. ക്ഷമിക്കേണ്ടതുണ്ടെങ്കിൽ ക്ഷമിക്കുക. ചെയ്യേണ്ട ഒരു നല്ല കാര്യമുണ്ടെങ്കിൽ ചെയ്യുക. പ്രാർത്ഥനയിൽ ഉപേക്ഷിച്ച കാര്യം വീണ്ടും ദൈവസന്നിധിയിൽ കൊണ്ടുവരിക. ദൈവം പറഞ്ഞത് അനുസരിക്കുക. മതിൽ നോക്കി നിൽക്കാതെ ദൈവത്തെ നോക്കി മുൻപോട്ട് നടക്കുക. എൻ്റെ മതിൽ എത്ര വലിയതായാലും എൻ്റെ ദൈവം അതിനേക്കാൾ വലിയവനാണ്. മതിൽ അവസാനമല്ലല്ലോ, ദൈവത്തിന്റെ വചനം അവസാന വാക്കാണ്. ആ ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള കർത്താവേ, ഇന്ന് എൻ്റെ മുമ്പിലുള്ള എല്ലാ മതിലുകളും ഞാൻ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കും. എൻ്റെ ഭയത്തേക്കാൾ അങ്ങയെ വിശ്വസിപ്പാൻ, അങ്ങയുടെ വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ എന്നെ സഹായിക്കണം. മാറ്റം കാണാത്ത ദിവസങ്ങളിലും വിശ്വാസത്തോടെ മുൻപോട്ട് നടക്കുവാൻ കൃപ നൽകണം. എൻ്റെ ജീവിതത്തിലെ അടഞ്ഞ വാതിലുകളും അസാധ്യതകളും അങ്ങയുടെ സമയത്തിൽ അങ്ങയുടെ ശക്തിയാൽ മാറ്റണമേ. ആമേൻ. ദൈവം